ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആവാം. അപ്പോൾ ഈ കോസ്റ്റ്യൂം പോലെ നമുക്ക് കറങ്ങി വരാം. അപ്പോൾ അങ്ങനെ കറങ്ങി ഞാൻ നല്ല ജീൻസും ഒരു ടോപ്പൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പരിപാടിയിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം സൺസ്ക്രീനാണ് തേക്കാൻ പോകുന്നത്. അപ്പോൾ സൺസ്ക്രീനൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ സൺസ്ക്രീൻ എടുത്ത് നമ്മൾ ഇത് മുഖത്തിടാൻ പോവാണ്. അങ്ങനെ അത് പരത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ. അങ്ങനെ സൺസ്ക്രീനൊക്കെ ഇട്ട് കഴിയാനായി. ഇനി അടുത്ത് നമ്മൾ ഇടാൻ പോകുന്നത് ചീക്ക് സ്റ്റിക്കാണ്. അപ്പോൾ ചീക്ക് സ്റ്റിക്ക് ഇന്ന് പതിവില്ലാതെ പെട്ടെന്ന് തുറന്ന് കിട്ടി. അപ്പോൾ ഞാനത് ഇങ്ങനെ ചീക്കിലൊക്കെ ഇടുകയാണ്. അപ്പോൾ നല്ല രസമാണ് ഇതിടുമ്പോൾ. അങ്ങനെ അതിട്ടു. അങ്ങനെ അതൊക്കെ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഇടേണ്ടതാണ് ബ്ലഷ് ആണെങ്കിൽ എങ്ങനെയായാലും തുറന്നിട്ട് കിട്ടുന്നില്ല. കുറേ ട്രൈ ചെയ്തു. അങ്ങനെ എനിക്ക് കിട്ടാതെ വന്നപ്പോൾ അമ്മൂസിനോട് പറഞ്ഞു. അങ്ങനെ അമ്മൂസ് അത് തുറന്ന് തരാമെന്നൊക്കെ പറഞ്ഞ സമയം കൊണ്ട് ഞാൻ പിന്നെയും എൻ്റെ മുഖം തന്നെ നോക്കി നിന്നു. അങ്ങനെ അമ്മൂസ് അതൊക്കെ തുറന്ന് തന്നു. അപ്പം ഇനി നമുക്ക് ഇതിങ്ങനെ ഇട്ടെടുക്കണം. ഇതെന്താണെന്നറിയില്ല, എന്താണെന്നറിയില്ല എന്നല്ല, അതാണ്. ഇനി നമുക്കിത് കണ്ണിലൊക്കെ കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് പിന്നെ എനിക്ക് ചീക്കിൽ കളർ ഒന്നും കൂടെ ബ്ലഷ് ആയി തോന്നാൻ വേണ്ടി പിന്നെയും തേക്കുന്നുണ്ട് ഗൈസ്. അടുത്തത് മസ്കാരയാണ്. അപ്പോൾ എനിക്ക് കണ്ണെഴുതുന്നതിൻ്റെ മുന്നേ മസ്കാര ഇടണം, അത് കഴിഞ്ഞിട്ട് മസ്കാര ഇടണം. അതെന്താണെന്നറിയില്ല, അതങ്ങനെയാണ് ഗൈസ്. അതിനിടെ കൂടെ എന്തൊക്കെയോ കോപ്രായം കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും കാലട്ടെ. ഞാൻ അതേപോലെ തന്നെ ഐബ്രോസും ആ മസ്കാര വെച്ചിട്ട് തന്നെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐലൈനറാണ്. ഇനി നമുക്ക് കണ്ണെഴുതണം. കണ്ണെഴുതാതെ പിന്നെ നമുക്കൊരു പരിപാടി ഇല്ലല്ലോ. അങ്ങനെ നമ്മൾ കണ്ണെഴുതാൻ പോവാണ്. കണ്ണടയൊക്കെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ കണ്ണെഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ണെഴുതുന്നത് ഇത്ര സ്പീഡിലൊന്നുമല്ല. എൻ്റെ ഇടയിൽ കുറേ കയ്യിലൊക്കെ ഐലൈനറായി അതൊക്കെ തുടച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് കണ്ണൊക്കെ എഴുതി സെറ്റാക്കി ഇപ്പുറത്തുമാക്കി. എങ്ങനെയുണ്ട് ഗായ്സ്? അടിപൊളിയല്ലേ? അപ്പോൾ പിന്നെ നമസ്കാരം വരുത്തേക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, ഭയങ്കര അഡിക്റ്റാണ്. ഇനി അടുത്തത് നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടണം. അപ്പം ഞാൻ ഈ 2 ഷെയ്ഡും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഇടാമെന്ന് വെച്ചത്. അങ്ങനെ ഇത് 2 കൂടെ എടുത്തിട്ട് ഞാൻ ചുണ്ടിൽ ഇടുന്നുണ്ട്. കിട്ടില്ലാലും ഇടുന്നുണ്ട്. അങ്ങനെ ഒരു താഴെ ഒരു പിങ്ക് കളറും മേലെ എന്തോ ഒരു കളറും ഞാൻ തേച്ച് ഇത് 2ഉം കൂടെ എനിക്ക് മിക്സാക്കിയപ്പോൾ നല്ലൊരു കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് കുറച്ചേരം ഷോ ആക്കി. ഇനി മുടിയൊക്കെ കെട്ടാനുണ്ട്. മുടി കെട്ടാൻ ഇങ്ങനെ ഇട്ടാലോ എന്ന് ആലോചിച്ചു. അത് പിന്നെ മുടിയും കൊണ്ടുള്ള കുറച്ച് ഷോയാണ് ഗൈസ്. മുടി കുറേ അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് കുറേ സ്ലോമോ ഒക്കെ എടുത്തു. പിന്നെ പുറത്തേക്ക് പോകണ്ടേം കൊണ്ട് മുടി ഇങ്ങനെ ഇട്ട് പോയിട്ട് കാര്യമില്ല എന്ന് എനിക്ക് നല്ല ബോധമുണ്ടായിരുന്നു. കാരണം ഇവിടെ പെരും ചൂടാണ്. ചൂടെടുത്ത് ചാവും. അതുകൊണ്ട് മുടിയിലുള്ള കളിയൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഇങ്ങനെ ഇതായിരുന്നു രസം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ മുടി ഇങ്ങനെ ഫ്രണ്ടിൽ ഓരോ പാർട്ട് എടുത്ത് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇടയിൽ കൂടെ ചൂടെടുത്ത് ഞാൻ പണ്ടാരടങ്ങുന്നുണ്ട്. അത് മൈൻഡാക്കണം. ഞാൻ പിന്നെയും എൻ്റെ പണി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുടി എന്തൊക്കെയോ കാട്ടി വെക്കുന്നുണ്ട്. 2 സൈഡും കിട്ടുന്ന വീഡിയോ കാണിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ അത് ഒരു സൈഡിൽ കാണിച്ചിട്ട് പിന്നെ മറ്റേ സൈഡിൽ ഞാൻ പിന്നെ ഫുള്ള് കാണിക്കാൻ വെച്ചു. ഇതാണെങ്കിൽ സ്ലൈഡ് കിട്ടണമില്ല പണ്ടാരം. അങ്ങനെ നമ്മൾ 2 സൈഡും ആക്കി. ചൂടായതുകൊണ്ട് ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ചു. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ എന്തൊക്കെയോ കാട്ടി വെച്ചു. ഞാൻ കുറച്ച് പെർഫ്യൂമൊക്കെ അടിച്ച് സെറ്റാക്കി. എന്നോട് കൂടെ ഷാളിലൊക്കെ അലമ്പായി. ഇതാണ് ഇപ്പോൾ നമ്മളുടെ ഫൈനൽ ഔട്ട്ലുക്ക്. എങ്ങനെയുണ്ട് ഗൈസ്? അപ്പോൾ ഇത്തിരി നേരം കണ്ടതിൽ വളരെ